ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ. പരിശുദ്ധ കന്യകാമറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റു എന്ന തിരുസഭയുടെ വിശ്വാസത്തെ പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് മാർപ്പാപ്പ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയും ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളായി നമുക്ക് നൽകുകയും ചെയ്തു. ഓഗസ്റ്റ് 15 എന്നത് നാം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതൃരാജ്യമായ ഭാരതം കൊളോണിയൽ അടിമത്തത്തിന്റെ അഗാധമായ ഗർത്തത്തിൽ നിന്ന് തന്റെ സ്വന്തം ചിറകടിച്ച് പറന്നുയർന്ന് സ്വാതന്ത്ര്യം എന്ന വിഹായത്തിലേക്ക് പറന്നുയർന്നതിന്റെ ദിനം കൂടിയാണിന്ന്. നമ്മുടെ അമ്മയായ ഭാരതത്തെയും നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെയും ഒരുപോലെ നാം അനുസ്മരിക്കുന്ന ദിനമാണ് ഓഗസ്റ്റ് 15. പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം എന്തുകൊണ്ട് ഒരു വിശ്വാസ സത്യമായി എന്ന് നമുക്ക് നോക്കാം. 1-ാം നൂറ്റാണ്ട് കാലം മുതലുള്ള വിശ്വാസികൾ പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. അവർ തങ്ങളുടെ അടുത്ത തലമുറയെയും അത് പഠിപ്പിച്ചു. മാത്രമല്ല, പരിശുദ്ധ അമ്മ മരിച്ച് അടക്കപ്പെട്ട സമയത്ത് അവിടെ അപ്പോസ്തലനായ തോമസ് ലീഹ ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം തിരികെ എത്തി കല്ലറ തുറന്നു നോക്കിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ശരീരം അവിടെ കണ്ടില്ല എന്നും, എന്നാൽ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ പരിശുദ്ധ അമ്മ തന്റെ അടയാളമായ നീല അങ്കി അപ്പോസ്തലന്റെ കയ്യിലേക്ക് കൊടുത്തുവെന്നും പാരമ്പര്യമുണ്ട്. അതിനാൽ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. ഇപ്പോൾ മുതലല്ല, ശ്ലൈഹിക കാലഘട്ടം മുതൽ തന്നെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം നാം ആഘോഷിക്കുന്നു. അതിനാൽ തന്നെ 1950 12-ാം പിയൂസ് മാർപ്പാപ്പയ്ക്ക് തോന്നിയ ഒരു ദർശനമല്ല പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം ഒരു സ്വർഗമായി മാറണം. പരിശുദ്ധ അമ്മ ഈ ലോകത്തിലായിരുന്നപ്പോൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവം വസിച്ചത് പരിശുദ്ധ അമ്മയിലാണ്. അതിനാൽ തന്നെ പരിശുദ്ധ മാതാവ് ഭൂലോക സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും പരലോക സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അതിന്റെ ഒരു സംയോജനമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി നോക്കുകയാണെങ്കിൽ, പരിശുദ്ധ അമ്മ മറ്റുള്ളവരിൽ സ്വർഗീയ സൗഭാഗ്യം നേടാനായി ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ആദ്യത്തെ ഉദാഹരണം തന്നെ പരിശുദ്ധ അമ്മയുടെ ഇളയമ്മയായ എലിസബത്തിന് പ്രസവ സമയമായപ്പോൾ പരിശുദ്ധ അമ്മ മലമ്പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് 3 മാസം അവരെ ശുശ്രൂഷിക്കുന്നുണ്ട്. അങ്ങനെ ആ വൃദ്ധയായ അമ്മയ്ക്ക്, ആരോരുമില്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ അമ്മയ്ക്ക് താങ്ങും തണലുമായി സമാധാനവും സന്തോഷവും നൽകി അവരിൽ ഒരു സ്വർഗീയ സൗഭാഗ്യം അമ്മ സൃഷ്ടിക്കുകയാണ്. രണ്ടാമതായി, യേശുവിന്റെ ആദ്യത്തെ അത്ഭുതമായ കാനായിലെ കല്യാണ വിരുന്ന് നമുക്ക് നോക്കാം. അവിടെ എല്ലാം പ്രതീക്ഷയും നഷ്ടപ്പെട്ട് സങ്കടത്തിലായിരുന്ന അവർക്ക് പരിശുദ്ധ അമ്മ ഒരു സ്വർഗീയ സൗഭാഗ്യം പോലെ കടന്നു ചെല്ലുകയാണ്. തന്റെ പുത്രൻ വഴി പരിശുദ്ധ അമ്മ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നാമും അതുപോലെ മറ്റുള്ളവരിൽ സ്വർഗീയ സൗഭാഗ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കണം. ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതി ചെങ്കോട്ടയിൽ നമ്മുടെ ഭാരതത്തിന്റെ ത്രിവർണ്ണ കൊടി പറക്കുമ്പോൾ നമുക്കും ഭാരതത്തോടൊപ്പം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ആഘോഷിക്കാം.